ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ബാക്കിയുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാണ്. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് സെൽഫ് ഈസ് എ വെരി ലാർജ് ടോപ്പിക്. ഒരു സബ്ജക്റ്റായിട്ട് തന്നെ പഠിക്കാനുണ്ട്. മെറ്റലർജിയിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് വളരെ ചെറുതാക്കിയേ പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. ഏറ്റവും ബെസ്റ്റ് വേ നിങ്ങൾ സ്ലൈഡ്സ് മാത്രം നോക്കി പഠിക്കാതെ വീഡിയോസ് കാണാം. വീഡിയോസുമായിട്ട് ഞാൻ 1-2 ലിങ്ക് അയക്കാം. വളരെ അടിപൊളിയായിട്ടുള്ള 2-3 ചാനൽസ് ഉണ്ട്. അവരുടെയൊക്കെ കുറച്ച് ലിങ്ക് അയക്കാം. നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ഇതിൽ കൂടുതൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ഗുണം ചെയ്യാം. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അപ്പോൾ നമ്മളത് കാണുമ്പോൾ വേറെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന തിയറി, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് തിയറി എന്ന് വെച്ചാൽ ഇച്ചിരി ഡ്രൈ ആയിരിക്കും, കുറച്ച് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ സംശയമുള്ള ടേംസ് നിങ്ങൾ എന്തായാലും ഗൂഗിൾ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെല്ലാം നോക്കുക. വളരെ നൈസായിട്ടൊരു ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇറ്റ് സെൽഫ് ഏതാണ് ഈ അയൺ കാർബൺ ഡയോക്സൈഡ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈവൻ മിഡീവൽ ഇറ മുതൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് സ്ട്രക്ചറൽ മെറ്റീരിയലാണ് അയണും സ്റ്റീലും. അപ്പോൾ സ്റ്റീലിൻ്റെ പ്രത്യേകത എന്താണെന്നും സ്റ്റീൽ എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി കുറേ പഠിച്ചു. അപ്പോൾ ഈ മിഡീവൽ ഇറ മുതൽ ബ്ലാക്ക് സ്മിത്തുകളുടെ തലമുറകളായിട്ട് കൈമാറിയാണ് മെറ്റലർജി അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള മിക്കവാറും ഉള്ള നോളജുകൾ വന്നുകൊണ്ടിരുന്നത്. ദെൻ ലേറ്റർ അബൌട്ട് 18th century ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ടേക്ക് ഓവർ ചെയ്തു നമ്മൾ ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനും എന്തുകൊണ്ടാണ് ഇന്ന പ്രോപ്പർട്ടീസുകൾ ഓരോ സ്ഥലത്ത് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. വളരെ എടുത്തു പറയേണ്ട ഒരുപാട് ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ദെൻ ഓൾസോ ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകളുടെ ഹിസ്റ്ററി തന്നെ നോക്കുമ്പോൾ നമ്മൾ മെഡീവൽ എറയിൽ യൂറോപ്പിലുണ്ടായിരുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ നമ്മുടെ കേരളത്തിൽ ഈവൻ റസ്റ്റ് വരാതിരിക്കാനുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ അന്യം നിന്ന് പോയി, അത് പോട്ടെ. പിന്നെ ജാപ്പനീസിൽ ഈവൻ സാമുറായ് സാമുറായിയുടെ വാളുകളുടെ മെറ്റലർജി എന്ന് പറയുന്നത് വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരുപാട് ഡോക്യുമെൻ്ററീസും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. എല്ലാം ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനെ സെൻറ്റർ ചെയ്തിട്ടാണ്. അപ്പോൾ എന്താണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്? നമ്മളേറ്റവും ബേസിക്കായിട്ട് അയൺ കാർബൺ അല്ലേ, പ്യുവറായിട്ട് അയണും കാർബണും മാത്രമുള്ള അലോയിനെ കുറിച്ചേ പറയണുള്ളൂ തൽക്കാലത്തേക്ക്. അപ്പോൾ ഈ അയൺ കാർബൺ അലോയുടെ പ്രോപ്പർട്ടി കൂൾ ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ എത്തുന്ന പ്രോപ്പർട്ടിയെ വളരെ അധികം സ്വാധീനിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കൂളിംഗ് റേറ്റ്, എത്ര ഹോൾഡിങ് ടൈം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ ഈ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകൾ വഴി നമുക്ക് ഇഷ്ടമുള്ള എങ്ങനത്തെ പ്രോപ്പർട്ടി വേണം, എന്ത് പ്രോപ്പർട്ടി വേണം എന്നുള്ളത് നമുക്ക് ടൈലർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ വൺ ഓഫ് ദി ഫസ്റ്റ് സ്റ്റെപ്സ് അതാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ബേസിക്കായിട്ട് പറയുമ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മളൊരു മെറ്റൽ അലോയിനെ കാസ്റ്റ് ചെയ്തെടുക്കുകയോ ഫോർജ് ചെയ്തെടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ ഹീറ്റ് ട്രീറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളതിനെ ഹീറ്റ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിന് ഹീറ്റ് ചെയ്ത് സെർട്ടൺ ടെമ്പറേച്ചറിന് മുകളിലേക്ക് ഹീറ്റ് ചെയ്യും. ഈ സെർട്ടൺ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് ലിമിറ്റുകളുണ്ട്. നമുക്ക് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ട്, ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ട്, നമ്മുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയിട്ടുള്ള 723 degree Celsius യൂടെക്ടോറിയൽ ടെമ്പറേച്ചർ ഉണ്ട്. ദെൻ അതുകൂടാതെ നമുക്ക് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമുണ്ട്, റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. ഇതൊക്കെ എന്താണെന്ന് വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഈ മെറ്റലർജി നെക്സ്റ്റ് സെമ്മിൽ പഠിക്കാൻ പോകുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഇതിലെല്ലാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 2-3 ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിലേക്ക് നമ്മൾ ഹീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഏതോ ഒരു ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഹീറ്റ് ചെയ്ത സാധനത്തിന് കുറേ സമയം അവിടെ ഹോൾഡ് ചെയ്യും. അപ്പം തന്നെ ഹീറ്റ് ചെയ്ത് ആ ടെമ്പറേച്ചർ എത്തി അപ്പം തന്നെ തണുപ്പിക്കുകയല്ല. നമ്മൾ TTT ഡയഗ്രാം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, കുറേ ടൈം നമ്മൾ അതിനെ ഹോൾഡ് ചെയ്യും. ഈ ഹോൾഡ് ചെയ്തിട്ട് അതിനൊരു സെർട്ടൈൻ കൂളിംഗ് റേറ്റിൽ കൂൾ ചെയ്യും. ഇതാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിലുള്ളൂ. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യും. ആ ടെമ്പറേച്ചറിൽ എത്രയോ സമയം ഹോൾഡ് ചെയ്യും. അത് വളരെ കുറച്ച് സമയമാണോ വളരെ കൂടുതലാണോ അതൊക്കെ പ്രോസസ്സിന് ഡിപ്പെൻഡ് ചെയ്യും. ദെൻ അവിടെ നിന്ന് ഒരു പർട്ടിക്കുലർ കൂളിംഗ് റേറ്റിൽ കൂൾ ചെയ്യും. ഒന്നില്ലെങ്കിൽ ഫർണസിൻ്റെ അകത്ത് തന്നെ വെച്ച് വളരെ 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 സ്ലോയിൽ ഒരു 25, 30, 48 മണിക്കൂറിൽ തണുപ്പിക്കാനായിട്ട് വയ്ക്കും. അല്ലെങ്കിൽ എയർ കൂൾ ചെയ്യാം. എയർ കൂളിലാകുമ്പോൾ ഒരു 5-6 മണിക്കൂർ കൊണ്ട് തണുത്ത് കിട്ടും.
അതല്ല, നമുക്ക് ക്വഞ്ചിങ് ചെയ്യാം. ക്വഞ്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ ബാത്തിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് എടുത്ത ഒരൊറ്റ മുക്കാണ്. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, തണുത്ത് കിട്ടും. വളരെ ഹൈ കൂളിംഗ് റേറ്റ് ഒക്കെയാണ്. അപ്പോൾ ഈ കൂളിംഗ് റേറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്ത് ഒരുപാട് തരത്തിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ സിമ്പിൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകൾ 3 എണ്ണമുള്ള അനീലിംഗ്, സ്പെറഡൈസിങ്, നോർമലൈസിങ് ആൻഡ് ക്വഞ്ചിങ് അല്ലെങ്കിൽ ഹാർഡനിങ്, ആ സാധനങ്ങൾ. അപ്പോൾ അനീലിംഗ് എന്താണ്? അനീലിംഗ് തന്നെ 2 തരത്തിലുണ്ട്. ഫുൾ അനീലിംഗ് ഉണ്ട്, പ്രോസസ് അനീലിംഗ് ഉണ്ട്, ദെൻ സ്പെറഡൈസിങ് ഉണ്ട്, നോർമലൈസിങ് ഉണ്ട്. ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ വിടുത്ത് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ ഷോർട്ട് വെർഷനാണ് നമ്മളിവിടെ സ്ലൈഡ്സിൽ ചെയ്യുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കൂടുതൽ വായിച്ചിരിക്കണം. കൂടുതൽ വായിക്കുന്തോറും നിങ്ങൾക്ക് അത്രയും പോയിന്റുകൾ മനസ്സിൽ കയറുകയാണ്. അതുകൂടാതെ യൂട്യൂബിൽ ഞാൻ തരുന്ന വീഡിയോസും നിങ്ങളുടെ സ്വന്തമായിട്ട് സെർച്ച് ചെയ്തിട്ടുള്ള വീഡിയോസും കണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ പെട്ടെന്ന് മറന്നുപോയ സാധനം അനീലിംഗ് എന്താണ്, സ്പെറഡൈസിങ് എന്താണ്, നോർമലൈസിങ് എന്താണ്, ഹാർഡനിങ് എന്താണ്, ക്വഞ്ചിങ് എന്താണ്, മാർട്ടംബറിങ് എന്താണ്, ഓസ്റ്റംബറിങ്, ഇതൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളതിൽ എക്സ്ട്രാ വർക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ബാക്കി സംഭവങ്ങളിലേക്ക് പോകാം. സിമ്പിൾ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് അനീലിംഗ്, സ്പെറഡൈസിങ്, നോർമലൈസിങ്. അനീലിംഗ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മളൊരു ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുന്നു, വളരെ സ്ലോയിൽ കൂൾ ചെയ്യും. വളരെ സ്ലോയിൽ കൂൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഫർണസിൻ്റെ അകത്ത് തന്നെ, നമ്മൾ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഫർണസിൻ്റെ അകത്ത് തന്നെ വെച്ചാൽ ആ ഫർണസ് തണുക്കുന്നതിന് ഒപ്പം വളരെ സ്ലോ ആയിട്ട് തണുപ്പിക്കുന്ന പരിപാടിയാണ് അനീലിംഗ്. അനീലിംഗ് കൊണ്ട് ഗുണം എന്താ? മെറ്റീരിയൽ സോഫ്റ്റ് ആവും. നമ്മുടെ മെറ്റീരിയൽ കോൾഡ് വർക്കിംഗ് കഴിഞ്ഞിട്ട് കുറേ ഇതുണ്ടാവും. അപ്പോൾ കോൾഡ് വർക്കിംഗ് എന്താണെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഏതൊരു സാധനത്തിനും റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് താഴെ നമ്മൾ വർക്ക് ചെയ്ത് അതിനെ കോൾഡ് വർക്കിംഗ് എന്ന് പറയും. റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ഞാൻ എടുത്ത് പറയാൻ കാരണം കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്താണെന്നൊക്കെ, ഈ ഏതൊരു ടെമ്പറേച്ചറിന് മുകളിലേക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ കോൾഡ് വർക്കിംഗ് എന്ന് വെച്ചാൽ എന്താ, റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് താഴെയിട്ട് വർക്ക് ചെയ്യുക. അതായത് നമ്മൾ വെറുതെ ഒരു ചുറ്റി എടുത്തിട്ട് നമ്മുടെ ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് സ്റ്റീലിൻ്റെ വർക്ക് കമ്പി ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് കോൾഡ് വർക്കിംഗ് ആണ്. വെരി സിമ്പിൾ. റൂം ടെമ്പറേച്ചറുള്ള വർക്കിംഗ് എന്ന് ഒരു കാലത്തും പറയാൻ പാടില്ല. പക്ഷേ കാരണം എന്താ, ഇതിൻ്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ നമ്മളിപ്പോൾ ഒരു TMT ബാറിൻ്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ 500-550 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 550 ഡിഗ്രി സെൽഷ്യസിന് താഴെ നമ്മൾ എന്തൊക്കെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അതിന് ഇംപ്ലൈ ചെയ്യുന്നു അതൊക്കെ കോൾഡ് വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ കോൾഡ് വർക്കിംഗ് എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ കോൾഡ് വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് താഴെ വർക്ക് ചെയ്യുക. അത് അങ്ങനെ പറയാൻ കാരണം റൂം ടെമ്പറേച്ചറിന് താഴെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറുള്ള മെറ്റീരിയലുകളുണ്ട്, ഗാലിയൊക്കെ ഉണ്ട്, ലെഡൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ റൂം ടെമ്പറേച്ചറിലിട്ട് ഈ പറഞ്ഞ ചുറ്റിയും കൊണ്ട് അടിച്ചാൽ അത് ഹോട്ട് വർക്കിംഗ് ആയിട്ട് മാറും. അപ്പോൾ ഈ പറഞ്ഞ സാധനം അടിക്കുമ്പോൾ ചുറ്റിയും കൊണ്ട് അടിക്കുമ്പോൾ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രെയിൻസ് ഒക്കെ ഒന്ന് കംപ്രസ്ഡ് ആവും. അതിൻ്റെ ഗ്രെയിൻസിൻ്റെ ബൗണ്ടറീസിൽ സിമെൻറ്റുകൾ ഫോം ചെയ്യും, ഫ്രിക്ഷൻ ഉണ്ടാവും, ഒടിയും, ചില ഗ്രെയിൻസുകൾ ബ്രേക്ക് ആവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം, നമ്മുടെ മെറ്റീരിയലിൻ്റെ അകത്ത് റെസിഡ്യുവൽ കംപ്രസീവ് സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇൻഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സാധനങ്ങൾക്ക് ഇതിൻ്റെ ഡക്റ്റിലിറ്റി കുറയും, ഇതിൻ്റെ ഹാർഡ്നെസ് കൂടും, സർഫസ് ഹാർഡ്നെസ് കൂടും. അതിനെ കോൾഡ് വർക്കിംഗ് എന്ന് പറയും, സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയും. കോൾഡ് വർക്കിംഗ് കാരണം ഉണ്ടാകുന്ന ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഒരു വാർക്ക് കമ്പി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കോപ്പറിൻ്റെ കമ്പി എടുത്തിട്ട് നമ്മൾ വളയ്ക്കുകയാണെന്ന് വെച്ചോ, വളയ്ക്കുമ്പോൾ ആ വളയുന്ന ഭാഗം, ബെൻഡ് ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾ ഈവൻ നിങ്ങൾ ഇൻറ്റ്യൂറ്റീവായിട്ട് ആലോചിച്ചാൽ പോലെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഹാർഡ്നെസ് കൂടും എന്നുള്ളത്. പക്ഷെ നമ്മളത് പിന്നെയും ഇട്ട് വളച്ച് കളയുമ്പോൾ അതിൻ്റെ റെസീലിയൻസ് അല്ലെങ്കിൽ ഫാറ്റിക് സ്ട്രെങ്ത് കുറയും. അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും അവിടെ. ഓക്കെ, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഇപ്പോൾ ഒരു കോപ്പറിൻ്റെ ഒരു ആണിയുമിട്ട് നിങ്ങൾ കുറേ നേരം അടിച്ചു കഴിഞ്ഞാൽ കോപ്പറിൻ്റെ വയറിന് ഒരു ഇച്ചിരി കട്ടിയുള്ള ഒരു 10 kg കോപ്പറിൻ്റെ വയറിനിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് പറക്കും, ഒബ്വിയസ് ആണ്. പക്ഷേ ഹാർഡ്നെസ് കൂടും, പക്ഷേ ടഫ്നെസ് കുറയും. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പഠിക്കണം. സ്ട്രെങ്ത് എന്നുള്ളത് എന്താണെന്ന് നമുക്ക് അറിയാം, ഓൾറെഡി അറിയാം. യീൽഡ് സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഡീഫോർമേഷൻ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ടഫ്നെസ് എന്താണ്? ടഫ്നെസ് ഈസ് ദി എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് ഇമ്പാക്റ്റ് ബിഫോർ ഫെയിലിയർ. അതായത് നമ്മളൊരു കമ്പി എടുത്ത് വെച്ചിട്ട് അത് കമ്പീനെ നമ്മളൊരു വൈസ്മ പിടിച്ച് വച്ച് കഴിഞ്ഞിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ചുറ്റും കൊണ്ട് ഒരറ്റടി അടിക്കുന്നത് എന്ത് പറ്റും? ഒന്നില്ലെങ്കിൽ കമ്പി വളയും, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകും. അപ്പോൾ എന്തോരം ഈ ഡീഫോർമേഷന്, ഈ ഇമ്പാക്റ്റ് എനർജീനെ അബ്സോർബ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതാണ് എന്ത്? ടഫ്നെസ്. ഇനി ഞാൻ ഇതേ സാധനത്തുമ്പോൾ ഒരു ആണിയും കൊണ്ട് അടിക്കുന്നത്, അപ്പോൾ എന്ത് പറ്റും? ഒരു ഇൻഡൻറ്റേഷൻ ഉണ്ടാവും, ഒരു തുള ഉണ്ടാവും. ആ ഇൻഡൻറ്റേഷൻ എന്തോരം റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതാണ് ഹാർഡ്നെസ്. നമ്മൾ ആണിയും ഒരു ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ ആണിയും അടിക്കുന്നതും കോപ്പറിൻ്റെ
അണിയുമ്പോൾ ഒരു ഇൻഡൻറ്റേഷൻ ഒരു പഞ്ചും കൊണ്ട് അടിക്കുന്നതും തമ്മിൽ വ്യത്യാസമാണ്. കോപ്പറിന് പെട്ടെന്ന് ഹോൾ ഉണ്ടാവും, ഇരുമ്പ് ഉണ്ടാവില്ല. കാരണം എന്താ, കോപ്പറിന് ഹാർഡ്നെസ് കുറവാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ അനീലിംഗ് എന്താണ്? അനീലിംഗ് കാരണം നമ്മൾ റീക്രിസ്റ്റേഷൻ ടെമ്പറേച്ചറിന് മുകളിലേക്ക് ഹീറ്റ് ചെയ്യും, തണുപ്പിക്കും. ഈ സാധനം എന്താവും, സോഫ്റ്റ് ആവും, റീക്രിസ്റ്റേഷൻ നടക്കും. അങ്ങനെയുള്ള പരിപാടികളാണ് അനീലിംഗിൽ. സ്ഫെറഡൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയാണ് ഈ പറഞ്ഞ സാധനം ചെയ്യുക. സ്ഫെറഡൈസിംഗ് എന്ന് പറയുമ്പോൾ തന്നെ സ്ഫിയറുകളുണ്ട് ഉദ്ദേശിക്കുക. അതായത് ഈ അനീലിംഗ് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ ഗ്രെയിൻസിൻ്റെ ഇപ്പോൾ ഹൈപ്പർ യൂടെക്ടോടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് സിമെൻറ്റൈറ്റിൻ്റെ പ്രസൻസും കൂടി ഉണ്ടാവുമല്ലോ. ഈ സിമെൻറ്റൈറ്റിൻ്റെ പ്രസൻസ് കാരണം ഈ കുറേ ഹിൻഡ്രൻസുകൾ വരും, പിയർലൈറ്റിൻ്റെ ചുറ്റും ഹിൻഡ്രൻസ് വരും, അതിൻ്റെ ഡക്ടിലിറ്റിക്കൊക്കെ കുറവ് വരും. അപ്പോൾ സ്ഫെറഡൈസിങ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിന് താഴെയാണ് ഹീറ്റ് ചെയ്യുക. അതായത് നമ്മുടെ TCRന് താഴെ ഒരു 30 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് ഈ ഹീറ്റ് ചെയ്യുക. അതും ഹൈപ്പർ യൂടെക്ടോഡ് സ്റ്റീലുകളൊക്കെ. അപ്പോൾ അതിന് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിമെൻറ്റൈറ്റ് ഗ്ലോബ്യൂൾസ് ആവും. സിമെൻറ്റൈറ്റ് നീണ്ടു നിവർന്ന് ക്രാക്ക് പോലെ കിടക്കുന്ന സാധനം ഓരോ ഗ്ലോബ്യൂൾസുകളാവും, സ്ഫിയറിക്കൽ ഗ്ലോബ്യൂൾസ് ആവും ഓൾമോസ്റ്റ്. അപ്പോൾ ഈ ഗ്ലോബ്യൂൾസ് ആകുമ്പോൾ എന്താ ഗുണം, ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ഡിഫോർമേഷന് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള എളുപ്പമുണ്ടാവും. നമ്മളിത് ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ പഠിക്കുന്ന കാര്യങ്ങളുടെ ഒരു അമാൽഗേഷനാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യില്ല. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എങ്ങനെ ഉണ്ടാവണം, സ്ലിപ്പ് പ്ലെയിനുകളിൽ കൂടെയുള്ള ഡിഫോർമേഷൻ്റെ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻസിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഒരു ഗ്രെയിനിൽ നിന്ന് മറ്റേ ഗ്രെയിനിലേക്കുള്ള ഓറിയൻറ്റേഷൻ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ ഗ്രെയിൻ ബൗണ്ടറിയിൽ സ്റ്റാക്ക് ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഗ്രെയിൻ ബൗണ്ടറീസിലൂടെ ഓറിയൻറ്റേഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ എത്രയും കൂടുതലാണോ അത്രയും റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും ഡക്റ്റിലിറ്റി കുറയുന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയൊന്നും റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെയാണ് സ്ഫെറഡൈസിങ്ങിൽ. ഇനി നോർമലൈസിംഗ് എന്ന് പറയുമ്പോൾ അനീലിംഗ് തന്നെ പരിപാടി, ഹീറ്റ് ചെയ്തിട്ട് കൂൾ ചെയ്യുന്ന പരിപാടി. പക്ഷേ അത് എയർ കൂളിംഗ് ആണ്, ഇച്ചിരി കൂടി കൂളിംഗ് റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രെയിൻസ് അനീലിംഗ് ചെയ്ത് കഴിയുമ്പോൾ വളരെ കോഴ്സായിട്ടുള്ള ഗ്രെയിനുകളൊക്കെ ഉണ്ടാവണം. അൺനോർമലൈസിങ് ചെയ്ത് കഴിയുമ്പോൾ ഫൈൻ ഗ്രൈൻഡ് ആയിരിക്കും. ഓക്കെ, അതാണ് ബേസിക് ഡിഫറൻസ്. ഇനി കുറേ ഡിഫറൻസ് ഉണ്ടല്ലോ, നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ക്വഞ്ചാൻ്റെ ടെമ്പർ ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതെന്തൊക്കെയാണ്? ഹാർഡനിങ് ആൻഡ് ടെമ്പറിങ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നുള്ള തണുപ്പിക്കലുകളാണ്. ക്വഞ്ചിങ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ പെട്ടെന്ന് നമ്മൾ കൂള് ചെയ്യുകയാണ്. എവിടെ ഹൈ ടെമ്പറേച്ചറിലിരിക്കുന്ന യൂടെക്ടോയിഡിനെ പോയിട്ടിരിക്കുന്ന ഈ ഓഷനൈറ്റിൽ സ്റ്റേറ്റിലിരിക്കുന്ന സാധനത്തിൽ നമ്മൾ ഓയിൽ ബാത്തിലേക്ക് കൊണ്ടുവന്ന് മുക്കും. അപ്പോൾ ഇത് പറ്റും, കുറേ തീ വരും, കയ്യിലുള്ള രോമൊക്കെ കത്തിപ്പോവും. അത് മാത്രമല്ല നമ്മുടെ മെറ്റീരിയൽ ഉണ്ടാകുന്ന ഭയങ്കര വലിയ കൂളിംഗ് റേറ്റ് ആയതുകൊണ്ട് ഉണ്ടാകുന്ന മൈക്രോസ്ട്രക്ചർ എന്തായിരിക്കും? മാർട്ടൻസൈറ്റ് ആയിരിക്കും. മാർട്ടൻസൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഇൻറ്റേർണലി മാർട്ടൻസൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഹാർഡ്നെസ് ഭയങ്കര കൂടുതലായിരിക്കും. ക്വഞ്ച് ഹാർഡനിങ് എന്നാണ് ഇവിടെ ശരിക്കും. അപ്പോൾ ഹാർഡ്നെസ് ഭയങ്കര കൂടുതലായിരിക്കും. മാർട്ടൻസൈറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഹൈലി കൺവല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് മാർട്ടൻസൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലാറ്റിസ് സ്ട്രെയിനുകൾ, ഒരുപാട് ഇൻറ്റേർണൽ ലാറ്റിസ് സ്ട്രെയിനുകൾ ഉണ്ടാവും മാർട്ടൻസൈറ്റിൽ, ഹാർഡ്നെസ് കൂടുതലാണെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ മാർട്ടൻസൈറ്റ് ആയിരിക്കുന്ന ഹാർഡൻ ചെയ്ത് കഴിഞ്ഞാൽ, ക്വഞ്ച് ഹാർഡനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പീസിന് എടുത്തിട്ട് ചുറ്റിക കൊണ്ട് ഒരു അറ്റ അടി അടിക്കുകയാണ്. 1-2 അടി കൊണ്ടൊന്നും പൊട്ടുന്നില്ല, പിന്നെ ഒരറ്റ അടി അടിക്കുമ്പോൾ ഒരറ്റ പൊട്ടുമെന്ന് പറയുന്ന സാധനം ഒടിഞ്ഞ് തെറിച്ചങ്ങോട്ട് പോകും. അപ്പോൾ അതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ അകത്ത് നമ്മൾ സ്ട്രെയിൻ ഹാർഡൻ ചെയ്തു, ഈ സ്ട്രെയിൻ കാരണം ലാറ്റിസ് സ്ട്രെയിനുകളിൽ വലിച്ചു പിടിച്ച് ഇലാസ്റ്റിക്കായിട്ട് കട്ടിക്ക് പിടിച്ചിരുന്ന എനർജിയൊക്കെ ഒറ്റയടിക്ക് എക്സ്പ്ലോസീവായിട്ട് പുറത്തേക്ക് വരും. അതാണ് മാർട്ടൻസൈറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ പിന്നെ എന്താണ്? ടെമ്പറിങ് ഉണ്ട്. ടെമ്പറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഈ പറഞ്ഞ മാർട്ടൻസൈറ്റ് ആക്കിയ സാധനത്തിന് നമ്മളൊരു ഓവനിൽ വെച്ച് ഹീറ്റ് ചെയ്യും. ഫർണസിലല്ല, ഓവനിൽ വെച്ചിട്ട് ഒരു 250-300 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് കുറേ നേരം ഒരു 2-3 മണിക്കൂർ ഹീറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്ട്രെയിൻഡ് ആയിട്ടിരുന്ന ലാറ്റിസുകൾക്കൊക്കെ ഒന്ന് അയയാനായിട്ട് സമയം കിട്ടും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ക്വഞ്ച് ഹാർഡനിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സർഫസിലായിരിക്കും കേട്ടോ കൂടുതൽ ഹാർഡനിങ് വരിക. കാരണം സർഫസിലായിരിക്കും പെട്ടെന്ന് ടെമ്പറേച്ചർ തണുക്കുക. അപ്പോൾ ഇൻറ്റേർണൽ സ്ട്രെസ്സുകൾ ഉള്ളിൽ ഭയങ്കര കൂടുതലാണ്. നമ്മൾ പ്രിൻസ് റൂപ്പേർട്ട് സ്ട്രോപ്പ് എന്ന് പറയുന്ന സംഗതി ഉണ്ട്, അതിൽ ഭയങ്കര എളുപ്പത്തിൽ കാണാൻ പറ്റും സർഫസിലും ഇൻറ്റേർണലിലും ആയിട്ട് എങ്ങനെ സ്ട്രെസ്സിന് വ്യത്യാസം വരാമെന്നുള്ളത്. അതിൻ്റെ ഒരു ലിങ്കും കൂടി ഞാൻ ഇട്ടേക്കാം. പ്രിൻസ് റൂപ്പേർട്ട് സ്ട്രോപ്പ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സയൻറ്റിഫിക് ഫിനോമിനനാണ്, അതവിടെ കിട്ടെ. അപ്പോൾ ദെൻ ടെമ്പറിങ്ങിൽ എന്ന് പറയുമ്പോൾ ഇൻറ്റേർണലി സ്ട്രെയിൻഡ് ആയിട്ട് കിടക്കുന്ന ലാറ്റിസൊക്കെ ഒന്ന് അയഞ്ഞ് കഴിയുമ്പോൾ ഇതിന് ടഫ്നെസ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കത്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അയക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കത്തിയുടെ പ്രത്യേകത എന്തായിരിക്കും? കത്തീനെ